എടോ, നന്നായി കുരയ്ക്കുന്ന ഒരു നായ നല്ല നായ ആയിരിക്കില്ല. നന്നായി സംസാരിക്കുന്ന ഒരുവൻ ഒരു നല്ല മനുഷ്യൻ ആയിരിക്കണമെന്നില്ല. മനസ്സിലായോ? എന്തോന്ന് മനസ്സിലായി? കുന്തം മനസ്സിലായി അല്ലേ? എന്നെ കാണുമ്പോൾ കൊരച്ചുകൊണ്ട് കടിച്ചു കീറാൻ പരുവത്തിന് വരുന്ന നായയെ കണ്ടുകൊണ്ട് ആ നായ ഒരു ശൗര്യമുള്ള നായയാണോ, അത് ആ വീട്ടു യജമാനനെ എന്താ പറയാ സംരക്ഷിക്കുന്ന ഒരു നായയാണോ, ഒരു നായ നല്ല നായയാണോ എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുമോ? അതിന്റെ കുര കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതാ കുരയ്ക്കും. നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോ, ഇപ്പം വീടിന്റെ അകത്തേക്ക് ചെല്ലുമ്പോ അതെന്ത് ചെയ്യും, നമ്മളെ ഒന്ന് മണത്ത് നോക്കിയിട്ട് പോവായിരിക്കും അല്ലെ, അല്ലെങ്കിൽ അതവിടെ ഇങ്ങനെ കിടക്കും. അതെ, ആ കുരയുള്ളൂ, ശൗര്യമൊന്നുമില്ല. പക്ഷെ നേരെ മറിച്ച് ഒരുപാട് കുരയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അത്യാവശ്യം ഒന്ന് കണ്ടു എന്ന് അറിയിക്കാൻ അത്യാവശ്യം കുരയുള്ളൂ. പക്ഷെ അത്രയ്ക്ക് വലിയ സംഭവങ്ങളൊന്നും ഇല്ല. എങ്കിൽ ചിലപ്പം ആ നായ ആ യജമാനനെ, ആ വീടിനെ നന്നായിട്ട് സംരക്ഷിക്കുന്ന ഒരു നായയായിരിക്കും. അതുപോലെ തന്നെയാണോടോ മനുഷ്യൻ? അല്ലെന്നോ? അതേന്നോ? അത് മൊത്തമാക്കി പറയടോ ആദ്യം. ആണെന്ന്. അതിപ്പോഴാണല്ലേ മനസ്സിലായത്. പണി കിട്ടിയപ്പോ മനസ്സിലായല്ലേ? ഓക്കെ. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ആ പണി ഇനി കിട്ടാതെ നോക്കണ്ടേ? അപ്പൊ താനൊരു കാര്യം മനസ്സിലാക്കടോ. തനിക്ക് മനസ്സിലായെന്നല്ലേ പറഞ്ഞത്? തനിക്ക് മനസ്സിലായത് എന്താ? എന്താടോ? ഇങ്ങ് നോക്കിയേ, എന്താ തനിക്ക് മനസ്സിലായേ? ഓക്കെ, അത് തന്നെ. എന്ത്? നമ്മള് മനുഷ്യരെ പുറമേ കണ്ട് അവരുടെ ആണോ എന്ന് ചിരിച്ചു കാട്ടും. ഞാൻ ഉൾപ്പെടെയാണ് കേട്ടോ. ഞാൻ വലിയ കേമത്തിയാണെന്നല്ല, ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. പക്ഷെ എല്ലാവരും അല്ല. ചിലരുണ്ട്, നമ്മളെ രണ്ട് രീതിയിലുള്ള മനുഷ്യരുണ്ടേ. ഒരു കൂട്ടര്, ഉദാഹരണത്തിന് ഇപ്പം ഞാനിപ്പോ ഒരാളെ കാണുവാണേ, എല്ലാ വിശേഷം ഒത്തിരി നാളായില്ല വന്നിട്ട്, കണ്ടിട്ട് അയ്യോ ഞാനിപ്പൊ കൂടെ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ, ഇപ്പൊ ഞാൻ വിളിക്കാൻ ഫോൺ എടുക്കുമായിരുന്നു, അയ്യോ ദൈവമേ ഒത്തിരി ക്ഷീണിച്ചു പോലെ, എന്നാ പറ്റി, ഫുഡൊന്നും കഴിക്കുന്നില്ലേ, ഇത് വയ്യായികയാണോ? അയ്യോ ഞാൻ എന്നും ഓർക്കും കേട്ടോ, ഞാൻ എന്നും പ്രാർത്ഥിക്കും. പിന്നെ സത്യം പറയാലോ, സമയമൊന്നും കിട്ടാത്തതിന്റെ വിളിക്കാത്ത, ഒന്ന് വരണം കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നൂന്നേ. അയ്യോ എന്നെ പൊന്നെ, എന്നെ പറ്റിയേ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ, അയ്യോ ദൈവമേ നല്ല രസമുണ്ട് കാണാനൊക്കെ, അയ്യോ എന്താ വല്ലതും തേച്ചോ? നല്ല നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അയ്യോ ഞാൻ എപ്പോഴും വീട്ടിൽ പറയാറുണ്ട്, എന്ത് നല്ല കൊച്ചാ, എന്നാ നല്ല സ്വഭാവം, അയ്യോ അതിന്റെ വർത്താനവും ചിരിയും ഒക്കെ കാണണം, നമ്മളോട് നല്ല സ്നേഹമൊക്കെയാ എന്ന് പറയും. മാറി പിന്നെ ഒരു കണ്ടച്ചാലും മതി, നല്ല ഭംഗി പോലും. അയ്യോ കണ്ടോ ഇരിക്കുന്നുണ്ടോ? പിന്നെ അയ്യോ എന്തോ ചാകാറായിട്ടാണല്ലോ ഇരിക്കുന്നേ, എന്താ പറയാ മുഖമൊക്കെ കരിവാളിച്ചു, എന്തോ അസുഖമാണെന്നാ തോന്നേ, അതൊക്കെ മാരക രോഗമാണെന്നാ തോന്നേ. പിന്നെ സുന്ദരി, എവിടെയാ ബ്യൂട്ടി പാർലറിൽ പോയി കുറച്ച് മേക്കപ്പ് ഇട്ടിട്ട് സുന്ദരിയാണ്, എന്തോ വലിയ നല്ല മിനിങ്ങിട്ടുണ്ട്, എന്നാ പോലും അല്ലെ വാരി തേച്ചാണോ, കുറച്ച് രൂപ മുടക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഓർത്തിരിക്കാനൊക്കെ അല്ലേ ഇവിടെ നേരം, നമ്മളൊന്ന് സൂചിപ്പിച്ചെന്ന് ഓർത്ത് നമുക്ക് തന്നെ പോവാനാ അല്ലേ? ഇങ്ങനത്തെ മനുഷ്യരില്ലേ? ഇല്ലെന്നല്ല, ഉണ്ട്, എല്ലാവരും അല്ല കേട്ടോ. ചിലരാണെങ്കിൽ നമ്മുടെ സംസാരിക്കുന്ന രീതി തന്നെയായിരിക്കും ഉള്ളിലും പുറമെ, അതായത് നമ്മുടെ ഉള്ളിലുള്ള എന്താണോ അതാണ് പുറമെ കാണിക്കുന്നത്. ചിലരോ ഉള്ളിൽ എന്താണോ അത് ഉള്ളിൽ തന്നെ വെക്കും, പുറമെ കാണിക്കുന്നു. ഉള്ളില് ഇങ്ങനെയാണെങ്കിൽ പുറമെ ഇങ്ങനെയായിരിക്കും. ചിലര് ഉള്ളിൽ ഇങ്ങനെ, പുറമെ ഇതായിരിക്കും അല്ലേ? എന്ന് വെച്ചാൽ പുറമെ കാണുന്നതൊന്നും സത്യമല്ല, ശരിയല്ല, യാഥാർത്ഥ്യമല്ല. മനസ്സിൽ എന്താണെന്ന് ദൈവത്തിന് മാത്രം അറിയത്തുള്ളൂ. ചിലരെ ദൈവത്തിന് പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല അവരുടെ മനസ്സിൽ എന്താണെന്ന്. പുറമേയുള്ള ചക്കര വർത്താനവും പുറമേയുള്ള സുഖിപ്പിക്കുന്ന വർത്തമാനവും നമ്മള് വിശ്വസിക്കാവുന്നതിന്റെ നമ്മള് ദൈവത്തെ പോലെ സ്തുതിച്ച് തൊഴുതു നിൽക്കുന്ന സ്വഭാവം നമ്മളോട് കാണിക്കുന്നവര്, ഞാനുണ്ടാവും, ഞാൻ എപ്പോഴും ഉണ്ടാവും, എന്റെ മരണം വരെയും ഞാനുണ്ടാവും, നിങ്ങൾ എന്റെ ഭാഗ്യമോ നിങ്ങളില്ല ഞാൻ എന്നെ ചെയ്തേനെ, അയ്യോ എനിക്ക് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം നിങ്ങളുള്ളതാണ്, നിങ്ങളെ കിട്ടിയതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം, ദൈവം എനിക്ക് തന്ന നിധിയാണ്, അയ്യോ നിങ്ങളില്ലെങ്കിൽ ഞാൻ കൂടെ മരിക്കും,
അയ്യോ നിങ്ങളില്ലെങ്കിൽ ഞാനില്ല, പിന്നെ നീ ഇല്ലെങ്കിൽ ഞാനില്ല, ആ കൂടെ ഞാനും അങ്ങ് പോകും, അയ്യോ ഞാൻ എന്നെ വർത്താനാ, നീ ഇല്ലെങ്കിൽ ഞാനില്ല, ഞാൻ തീരും. അയ്യോ നിന്റെ സ്ഥാനത്ത് മറ്റുള്ള എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, അയ്യോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ് സോപ്പിട്ട് തേച്ച് പതപ്പിച്ച് കുപ്പിയിലാക്കി അങ്ങ് വെക്കും അല്ലേ. നമ്മള് പാവങ്ങള് എന്തു പറയും, അതിനകത്ത് അങ്ങ് വീണ് പോകും. അയ്യോ നമുക്കൊരു അഹങ്കാരമായിരിക്കും, അവരുണ്ടല്ലോ എന്നുള്ളൊരു ധാരണയെ. നമ്മളെ ചാകാനും കൊല്ലാനും ഒക്കെ അവരുണ്ടല്ലോ, നമ്മളെ പറയും പിന്നെ കളിക്കരുത്, അവരുണ്ട്, നമ്മൾ അവരെ കണ്ടങ്ങ് സ്വപ്നങ്ങളങ്ങ് നെയ്ത് കൂട്ടും, ചെയ്യാവുന്നതൊക്കെ നമ്മളങ്ങ് അവരുടെ ബലത്തില് ആ വിശ്വാസത്തെ പുറത്തങ്ങ് ചെയ്തു വെക്കും. പക്ഷെ അണ്ടിയോട് അടുക്കണം മാങ്ങയുടെ പുളി അറിയാന്ന് കേട്ടിട്ടുണ്ടോ മോളെ? നീ കേട്ടിട്ടുണ്ടോ? എങ്കിൽ കേൾക്കണം. എന്താന്നറിയോ, നമുക്ക് ഒറ്റടിക്ക് ഒരാളെ വിലയിരുത്താനോ മനസ്സിലാക്കാനോ തിരിച്ചറിഞ്ഞ് അവരാണ് സത്യം, അവരാണ് യാഥാർത്ഥ്യം, അവര് കാണിക്കുന്ന സത്യമാണെന്ന് ഒരിക്കലും വിശ്വസിക്കരുത്. എന്ന് വെച്ചാ നന്നായി കുരയ്ക്കുന്ന ഒരു നായ നല്ല നായ ആയിരിക്കില്ല, നന്നായി സംസാരിക്കുന്ന ഒരുവൻ ഒരു നല്ല മനുഷ്യൻ ആയിരിക്കണമെന്നില്ല. അത് സൂക്ഷിച്ചും കണ്ടും വേണം നമ്മള് മുന്നോട്ട് പോവാൻ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് നമ്മൾ ജീവിക്കണമെങ്കിൽ എന്താണ്, നമ്മൾ എല്ലാവരെയും പൂർണ്ണമായിട്ട് തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ നമുക്ക് പറ്റില്ല അല്ലെ. അവരുടെ ഉള്ളിൽ കയറിയിരുന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ദൈവമൊന്നുമല്ല. പക്ഷേ നമ്മളെപ്പോഴും എന്താ പറയാ, ഒരു ഡിസ്റ്റൻസ് ഇട്ട്, അതാരെയാണെങ്കിൽ പോലും ഒരു ഡിസ്റ്റൻസ് ഇട്ട് മാത്രമേയാണ് അടുക്കാമുള്ളൂ, വിശ്വസിക്കാമുള്ളൂ, പെരുമാറാമുള്ളൂ, സ്വപ്നം കാണാമുള്ളൂ. മനസ്സിലായോ? എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. സമയമുള്ള ഒന്ന് കണ്ട് ഒരു മനുഷ്യനെ നല്ലതാണെന്ന് വിലയിരുത്തി വിശ്വസിച്ച് പ്രതീക്ഷിച്ച് ഒരിക്കലും ജീവിക്കാൻ പാടില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് മാറാനുള്ള സമയമായി, തിരുത്താനുള്ള സമയമായി. നമ്മുടെ മനസ്സിൽ എന്താണോ അത് തന്നെ പുറത്ത് മറ്റൊരാളോട് അത് തന്നെ പുറത്ത് കാണിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ അകത്ത് ദേഷ്യം വെച്ചുകൊണ്ട് പുറത്ത് ഒരിക്കലും ചിരിച്ചു കാണിക്കാനോ, ഉള്ളിൽ ചിരിച്ചു കാണിച്ചുകൊണ്ട് പുറത്ത് ദേഷ്യം കാണിക്കാനോ ആവരുത്. ഉള്ളിൽ ദേഷ്യമാണോ അത് പുറത്ത്, ഉള്ളിൽ സ്നേഹമാണോ ചിരിയാണോ അത് പുറത്ത് കാണിക്കണം. എന്ന് വെച്ചാൽ എല്ലാവരെയും ദേഷ്യപ്പെട്ട് അടിച്ചു കൊല്ലണമെന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത്. നമ്മളുടെ യാഥാർത്ഥ്യമായ നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള എന്താണോ റിയൽ ക്യാരക്ടർ, അത് നമ്മൾ പുറത്ത് കാണിക്കണം. എന്ന് വെച്ചാൽ അക്രമസക്തമായ മൈൻഡാണ് മനസ്സെങ്കിൽ പുറത്ത് നല്ലത് അങ്ങനെയല്ല ഞാൻ പറയാം. നമ്മുടെ മനസ്സും ശുദ്ധമായിരിക്കണം, നമ്മുടെ പ്രവൃത്തി ശുദ്ധമായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ നന്മ ഉണ്ടാവണം, സത്യം ഉണ്ടാവണം, യാഥാർത്ഥ്യം ആത്മാർത്ഥത ഉണ്ടാവണം. അത് നമ്മുടെ മുഖത്തും കാണണം. നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കുന്നത് എന്താണോ നമ്മുടെ മുഖത്ത് പ്രകടിപ്പിക്കുന്നത്, അത് ആ ഉള്ളിലുള്ള നന്മയുടെയും അല്ലെങ്കിൽ സത്യത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും ആ ഒരു ചിത്രമാണ് നമ്മുടെ മുഖത്തുള്ളത്. ആ മുഖത്തുള്ള ചിത്രം പോലെ ആയിരിക്കണം നമ്മുടെ സംസാരവും. മനസ്സിലായില്ലേ? ആ സംസാരത്തിന് പോലെ തന്നെ മാധുര്യമുള്ളതായിരിക്കണം നമ്മുടെ പ്രവൃത്തി. എന്തിനാണോ ഇന്ന് കണ്ടവരെ നാളെ കാണൂ നമ്മള്? ഇല്ലല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ എന്തിനാണ് ഈ ഉള്ളിലൊന്നും പുറത്ത് മറ്റൊന്നുമായിട്ട് ജീവിക്കുന്നേ? എല്ലാവരും ഉള്ളിൽ നല്ലതായിട്ട് ചിന്തിക്കുക, നല്ലതായിട്ട് സംസാരിക്കുക, നല്ലതായിട്ട് പ്രവർത്തിക്കുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക.